വിജയിക്കുകയില്ല. അവിടെ നമ്മുടെ മതവിശ്വാസം ചോർന്നു പോവില്ല. നമ്മുടെ ആദർശങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഈ വേദിയിൽ അദ്ദേഹം വരാത്തത് വിളിക്കാത്തത് കൊണ്ടാണ്. വിളിച്ചിരുന്നെങ്കിൽ വരും. അദ്ദേഹത്തിന്റെ സാളഗ്രാമത്തിൽ ഈ ഉള്ളവർ പോയി അവിടെ നമസ്കരിച്ചത് മാതൃഭൂമിയും മനോരമ പത്രവും വാർത്തയാക്കി. പക്ഷെ ഞാൻ ഒരുപാട് വഴി കേട്ടു അതിന്റെ പേരിൽ. കാരണം വാർത്ത വന്നത് ഇങ്ങനെയായിരുന്നു: ഗീതാ ക്ഷേത്രത്തിൽ ഇമാം നമസ്കരിക്കുന്നു എന്ന്. എന്റെ സ്വാമിജി അവിടെ നമസ്കാരം കാണുകയാണ്. ഒരു റമദാനിന്റെ നോമ്പ് തുറ വേളയാണ്. അവിടെ നടക്കുന്ന ഗീതാ പ്രഭാഷണത്തിൽ അന്ന് നോയമ്പിനെ കുറിച്ചാണ് ചർച്ച. ഉദ്ഘാടകൻ ഈ ഉള്ളവൻ വ്രതാനുഷ്ഠാനം ലക്ഷ്യമല്ല മാർഗമാണ് എന്ന ഇസ്ലാമിന്റെ ആശയം, കൃത്യമായ ദൈവഭക്തി തഖ്വ നേടാനുള്ള കർമ്മമാർഗമാണ് വ്രതം എന്ന ഇസ്ലാമിന്റെ പോളിസിയെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഉള്ളവൻ സംസാരിച്ചു. അത് ടിവിയിൽ വന്ന പ്രഭാഷണമാണ്. ആവശ്യക്കാർക്ക് CD കിട്ടും. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ഒന്നിച്ച് നോമ്പ് തുറന്നു. നമസ്കരിക്കാൻ പായ വിരിച്ചിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ പലരും എന്നെ ആക്ഷേപിച്ചുകൊണ്ട് LCD പ്രൊജക്ടിൽ പ്രത്യക്ഷപ്പെട്ടു. പള്ളി ചെറിയ അമ്പലത്തിൽ പോയി നമസ്കരിച്ച ഇമാമെന്ന്. ഞാനത് ഒരു അംഗീകാരമായിട്ട് കാണുന്നു. പക്ഷെ അത് അമ്പലമായിരുന്നില്ല. നമുക്ക് മലയാളം അറിയാതെ പോയതാണ്. ക്ഷേത്രം എന്നാണ് പ്രയോഗം. ക്ഷേത്രം എന്നതിന് സ്പേസ് എന്നാണ് അർത്ഥം, ഇടം. കുരുക്ഷേത്രം എന്ന് കേട്ടിട്ടില്ലേ? സാളഗ്രാമത്തിൽ ഭക്ഷണം കഴിക്കുന്ന റൂമിന് ക്യാൻറ്റീന് കൊടുത്ത പേര് അന്നക്ഷേത്രം എന്നാണ്. അന്നക്ഷേത്രം. അവിടെ യോഗ നടക്കുന്ന സ്ഥലത്തിന് കൊടുത്ത പേര് കലാക്ഷേത്രം എന്നാണ്. കലാക്ഷേത്രം മെഡിറ്റേഷൻ നടക്കുന്ന സ്ഥലം, ഇടം എന്നാണ്. അതുപോലെ വേദം പഠിപ്പിക്കുന്ന ആ സ്ഥലത്തിന് കൊടുത്ത പേര് ഗീതാക്ഷേത്രം എന്നാണ്. അവിടെ പായ വിരിച്ച് നമസ്കരിച്ചാൽ അത് ഏതോ അമ്പലത്തിനകത്ത് കയറി നമസ്കരിച്ചതുപോലെയാണെന്ന് വ്യാഖ്യാനിച്ച് എന്നെ പ്രതിയാക്കിയവരോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം അതായിരിക്കാം ഒരു വേള നാഥൻ ഇങ്ങനെ ഒരു വഴി എനിക്ക് തുറന്നു തന്നത്. ഞാൻ അവരോടും കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ അറിയണം, അങ്ങനെയൊന്നും പൊടിഞ്ഞു പോകുന്ന വിശ്വാസമല്ല ഇസ്ലാമിന്റെ. ഇവിടെ വത്തിക്കാനിൽ പോയി ഞാൻ എന്റെ വിശാലമായ ഒരു കുടുംബത്തിൽ 6 ദിവസം കഴിച്ചു കൂട്ടുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, എനിക്ക് ഒരു ക്രൈസ്തവന് എത്ര മണിക്കൂർ ക്ഷമിക്കാൻ കഴിയും എന്ന് ഞാൻ എന്നോട് ചോദിച്ചതാണ്. ഒരു ഹിന്ദുവിന് എനിക്ക് എത്ര മണിക്കൂർ പൊറുക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ കൂടെ എനിക്ക് സഹായിയായി പിതാവ്, ഞങ്ങൾ രണ്ടുപേരെയും പരിപാലിക്കാൻ ഒരു ജസ്റ്റിൻ ഫാദറിനെ ഏൽപ്പിച്ചിരുന്നു. ആ സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു. മലയാളിയായ അദ്ദേഹം അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പിതാവാണ്, ഒരു ഫാദർ. പള്ളി ശുശ്രൂഷ നടത്തുന്ന പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഡ്രൈവർ ഏൽപ്പിച്ചിരുന്നു. ഡോക്ടർ ജോസ്ഫി ഫിലിപ്പ്, മലയാളിയായ ഇറ്റാലിയൻ പൗരത്വമുള്ള നല്ലവനായ സുഹൃത്ത്. അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഇറ്റലിയുടെ ആസ്ഥാനമായ റോമിലെ ഒരേ ഒരു മുസ്ലിം പള്ളിയിലേക്ക് കൊണ്ടുപോയത്. വത്തിക്കാനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് ബഹുമാന്യനായ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ എന്ന ഫാദറാണ്. അദ്ദേഹം ഇപ്പോൾ തൃശൂർ വടക്കാഞ്ചേരി പള്ളിയിലെ ശുശ്രൂഷകനാണ്, വികാരി അച്ഛനാണ്. അദ്ദേഹമാണ് ഇമാം, അവിടെ നിങ്ങൾ പോകണം, ഒരു മുസ്ലിം പള്ളി ഉണ്ടെന്ന്. ആ പള്ളിയിൽ നമസ്കാര സമയം വാങ്ങിത്തന്ന് എന്റെ നമസ്കാരം ശ്രദ്ധിക്കുന്ന ക്രൈസ്തവ പാതിരി, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നോക്കിയിട്ട് അതുമാത്രം ഞങ്ങളെ കഴിപ്പിക്കുന്ന ക്രൈസ്തവ പാതിരി, ഞാൻ എങ്ങനെ കടപ്പെടാതിരിക്കും? നമ്മളെങ്ങനെ കടപ്പെടാതിരിക്കും ഈ അംഗീകാരത്തിന് എന്ന് വിനയപരസ്പരം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് പലരും ചോദിച്ചു, നിങ്ങളുടെ നമസ്കാരം എങ്ങനെ വത്തിക്കാനിൽ പോയാൽ? ഞാൻ പറഞ്ഞു, എന്റെ നമസ്കാരത്തിന് ഒരു കൂട്ടവുമില്ല, അതെന്റെ കൂടെയാണ്. ഞാൻ എന്റെ വേദം കൊണ്ടാണ് പോയത്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന കഅബാലയത്തിന്റെ നിസ്തുലമായ ഒരു മാതൃക വിനയപരസ്പരം പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 3 ലക്ഷത്തോളം തൂക്കം മുടക്കിയിട്ട് പണിത 13 കിലോഗ്രാം വരുന്ന അതിന്റെ തനത് മാതൃക ചെയ്യിച്ച് ഇന്റർഫെയ്ത്ത് ഡയലോഗ്, ഇന്റർനാഷണൽ ഇന്റർഫെയ്ത്ത് ഡയലോഗ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഉള്ളവൻ ചീഫ് പാർട്ണറായിട്ടുള്ള ഇന്ത്യയിലെ മതസംവാദ വേദിയുടെ പ്രവർത്തകർ നൽകിയതായിരുന്നു ആ ഗിഫ്റ്റ് മാർപ്പാപ്പക്ക് കൊടുക്കാൻ. അതിൽ കൃത്യമായ മതസമൂഹങ്ങൾ തമ്മിലുണ്ടാകേണ്ടുന്ന ബന്ധത്തിന്റെ പോളിസി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഖുർആനായത്ത്, അതിന്റെ അർത്ഥം, അറബിയിൽ അതിന്റെ ടെക്സ്റ്റും ഇംഗ്ലീഷിൽ അർത്ഥവും, പാളയം പള്ളിയുടെ ഉൾപ്പെടെയുള്ള ഈ അഡ്രസ്സും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ആ മാതൃക കൊടുക്കുന്നത്. ഞാൻ ഓർക്കുന്നു, സ്വാമിജിയും
ഞങ്ങളുടെ ബഹുമാനിയായ മാംജി മേയർ അഡ്വക്കേറ്റ് ചന്ദ്രികയും പാലോട് രവി MLA എന്നോട് പറഞ്ഞത് നമ്മുടെ ഗിഫ്റ്റാണ് എന്നാണ്, ഞങ്ങളുടെ ഗിഫ്റ്റ്. അപ്പോൾ അത്രമേൽ മേന്മയുള്ള ഒരു സമ്മാനം ഒപ്പത് സ്വീകരിച്ചു. നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ അത് വായിച്ചു നോക്കിയത് നോക്കിക്കണ്ട് എന്നെ അഭിവാദനം ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രത്യഭിവാദം ചെയ്തു. അതൊരു സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയാണ്. പേപ്പൽ ഹൗസിലോ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിയിലെ മ്യൂസിയത്തിലോ അത് നിലനിൽക്കും. ഈ ചരിത്രമായി മാറിയ സന്ദർശനത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ഉപഹാരം. അറിയാനും അറിയിക്കാനുമുള്ള അവസരങ്ങളെ കെടുത്തിക്കളയുന്നിടത്ത് നാം വേദമൂല്യങ്ങളെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അറിയാനും അറിയിക്കാനുമുള്ള അവസരങ്ങളെ തുറന്നു വെക്കുന്നിടത്ത് നാം പ്രവാചകന്റെ സന്ദേശം, അതാണല്ലോ വേദത്തിന്റെ സന്ദേശം, അതിനെ നിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമായി എത്തിക്കൽ മാത്രമാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് യഥാർത്ഥത്തിൽ നാം അറിയേണ്ടത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇതൊരു സന്തോഷകരമായ നിമിഷമാണ്. എനിക്ക് തോന്നുന്നു മങ്കട എന്ന് പറയുന്ന ഈ ദേശത്തെ എന്റെ മുഴുവൻ രക്ഷിതാക്കളും, എല്ലാ വിഭാഗത്തിലും പെട്ടവർ, ഈ സദസ്സും വേദിയും അതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. രാഷ്ട്രീയ മത പക്ഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിന്റെ അത്തരമൊരു വേദി ഒരുക്കിയത് മുഖേന നമ്മുടെ നാട് അംഗീകരിക്കപ്പെടുകയാണ്. പിതാവിന്റെ സന്ദർശനം, സ്വാമി സന്ദർശനം, പിതാവിന്റെ കൂടെ വന്ന ഒരുപാട് പിതാക്കന്മാർ ഇവിടെയുണ്ട്. സ്വാമിയുടെ ആശ്രമത്തിൽ കോഴിക്കോട് നിന്ന് വന്നവർ ഇവിടെയുണ്ട്. ഒരു സ്വാമി നമ്മുടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നാം തൽക്കാലം അവരെ ഇരുത്തിയിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ബഹുമാന്യരായവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ അറിയണം. നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനാ പക്ഷങ്ങൾ, രാഷ്ട്രീയ പക്ഷങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തന ഇടങ്ങൾ മാത്രമാണ്. അതിനെല്ലാം അതീതമായി നമുക്കൊരു മിഷനുണ്ട്. ആ മിഷൻ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നതാണ്. പ്രപഞ്ചനാഥന്റെ സാക്ഷ്യം മണ്ണിൽ സാക്ഷാത്കരിക്കുക, മണ്ണിനും മനുഷ്യനും വേണ്ടി രംഗത്തിറങ്ങുക. ഇതാണ് യഥാർത്ഥത്തിൽ വേദം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് അത് പ്രഖ്യാപിക്കുന്നു. എങ്കിൽ നാം വിവിധ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുമ്പോഴും, വിവിധ രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോഴും, മതസംഘടന പ്രവർത്തകരാകുമ്പോഴും, വിവിധ മതവിശ്വാസികളാകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു മിഷനുണ്ട് എന്നറിയുക. മിഷനുള്ളവർക്ക് വിഷൻ ഉണ്ടാകും, കാഴ്ചപ്പാടുണ്ടാകും. വിഷനും മിഷനും ഉള്ളവർക്ക് വലിയ വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. നമ്മുടെ നാടിന്റെ ഈ സംഭാവന ഇവരെല്ലാവരും അംഗീകരിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഞാൻ ഒരുപാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയ ഒരു അംഗീകാരം ഈ ഉള്ളവന് കിട്ടിയതിൽ എന്നെ ഈ അവസ്ഥയിൽ ഇത്തിരി എന്തോ ഒന്ന് ഇടപെട്ട ഒരാളെന്ന നിലക്ക് വളർത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച എന്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലം മുതൽ ഇങ്ങോട്ട് ഇപ്പോഴും എന്റെ താങ്ങും തണലുമായി നിൽക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ, സർവോപരി എന്റെ വല്യപ്പ വല്യമ്മ ഉൾപ്പെടെ അവരുടെ മുമ്പിൽ ഈ അംഗീകാരത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരെ ആദരിക്കാൻ വേണ്ടി വന്ന എന്റെ പിതാവിനെയും പിതാവിന്റെ കൂടെ വന്നവരെയും എന്റെ ബഹുമാനായ സ്വാമിജിയെയും സ്വാമിജി ഇങ്ങോട്ട് എത്തുന്ന മുറക്ക് ഇവിടെ എത്തിയ അദ്ദേഹത്തിന്റെ ആശ്രമ സംവിധാനത്തിന്റെ പ്രവർത്തകരെയും സർവോപരി ഈ നാട്ടുകാരായ മുഴുവൻ ആളുകളും അതിനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എത്തി നോക്കി ഇവിടെ ഇടം പിടിച്ച് അവസാനം വരെ ഇരുന്നവരുമായ എല്ലാവരും ഈ പരിപാടി സംഘടിപ്പിച്ച ബഹുമാന്യരായ എന്റെ ഒരുപാട് രക്ഷിതാക്കൾ, അവരോടെല്ലാം എന്റെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തിരി നീണ്ടുപോയ എന്തോ നിയന്ത്രിക്കാൻ സാധ്യമാകാത്തതുകൊണ്ട് വൈകാരികത മുറ്റുണ്ടായി വന്ന ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതസാംസ്കാരിക കൂട്ടായ്മകളിൽ തന്റേതായ ഇടം നേടി തന്റെ കഴിവുകൾ പൊതുസമൂഹത്തിന്റെ നന്മക്കായി തുടർന്ന് നീക്കിവെക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദ രംഗത്ത് മംഗളം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുത്തുന്ന